പ്രിയമുള്ളവരെ, വചനജ്വാല 1607 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 24 ശനിയാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ ഏശയ്യായുടെ പുസ്തകം 59 അധ്യായം 16 മുതൽ 21 വരെയുള്ള തിരുവാക്യങ്ങളും 60 അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവാക്യങ്ങളുമാണ് നാം ഇന്ന് ശ്രവിക്കുക. അവിടെ ആരുമില്ലെന്ന് അവിടുന്ന് കണ്ടു. ഇടപെടാൻ ആരുമില്ലാത്തതിനാൽ അവിടുന്ന് ആശ്ചര്യപ്പെട്ടു. സ്വന്തം കരം തന്നെ അവിടത്തേക്ക് വിജയം നൽകി. സ്വന്തം നീതിയിൽ അവിടുന്ന് ആശ്രയിച്ചു. അവിടുന്ന് നീതിയെ ഉരസ്ത്രാണമാക്കി രക്ഷയുടെ പടത്തൊപ്പി ശിരസിൽ വെച്ചു. അവിടുന്ന് പ്രതികാരത്തിന്റെ വസ്ത്രം ധരിച്ചു. ക്രോധമാകുന്ന മേലങ്കി അണിഞ്ഞു. പ്രവൃത്തികൾക്കനുസൃതമായി കർത്താവ് അവർക്ക് പ്രതിഫലം നൽകും. എതിരാളികൾക്ക് ക്രോധവും ശത്രുക്കൾക്ക് പ്രതികാരവും ലഭിക്കും. തീരദേശങ്ങളോട് അവിടുന്ന് പ്രതികാരം ചെയ്യും. പടിഞ്ഞാറുള്ളവൻ കർത്താവിൻ്റെ നാമത്തെയും കിഴക്കു നിന്നുള്ളവർ അവിടുത്തെ മഹത്വത്തെയും ഭയപ്പെടും. കർത്താവിൻ്റെ കാറ്റിൽ തള്ളി അലച്ചു വരുന്ന പ്രവാഹം പോലെ അവിടുന്ന് വരും. കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിലേക്ക്, തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിന്റെ സന്തതികളുടെ അടുത്തേക്ക് കർത്താവ് രക്ഷകനായി വരും. അവിടുന്ന് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. നമ്മൾ 60 അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതൽ 12 വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി നമുക്ക് ശ്രവിക്കാം. ജെറൂസലേമിന്റെ ഭാവി മഹത്വം. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളുടെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉഭയശോഭയിലേക്കും വരും. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കിക്കാണുക, അവർ ഒരുമിച്ച് കൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും. പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദപുളകിതമാകും. ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിദിയാനിലെയും എഫായിലെയും ഒട്ടകക്കുറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. ഷേബായിൽ നിന്നുള്ളവരും വരും. അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. കേദാറിലെ അട്ടിൻപറ്റങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. നെബോയാത്തിലെ മുട്ടാടുകളെ നിനക്ക് ലഭിക്കും. സ്വീകാര്യമാംവിധം അവ എൻ്റെ ബലിപീഠത്തിൽ വരും. എൻ്റെ ശ്രേഷ്ഠമായ ആലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും. മേഘത്തെപ്പോലെയും കിളിവാതിലിലേക്ക് വരുന്ന പ്രാവുകളെയും പോലെ പറക്കുന്ന
ഇവർ ആരാണ്? തീരദേശങ്ങൾ എന്നെ കാത്തിരിക്കും. ദൈവമായ കർത്താവിന്റെ നാമത്തിനും ഇസ്രായേലിന്റെ വിശുദ്ധനും വേണ്ടി വിദൂരത്തു നിന്ന് എന്റെ പുത്രന്മാരെ, അവരെ സ്വർണമോതിരവും വെള്ളിയും സഹിതം കൊണ്ടുവരുന്നതിന് താർഷീഷിലെ കപ്പലുകൾ മുൻപന്തിയിലുണ്ട്. അവിടുന്ന് നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ വിദേശികൾ മതിലുകൾ പണിതുയർത്തും. അവരുടെ രാജാക്കന്മാർ നിന്നെ സേവിക്കും. എൻ്റെ കോപത്തിൽ ഞാൻ നിന്നെ പ്രഹരിച്ചു, എന്നാൽ എൻ്റെ കരുണയിൽ ഞാൻ നിന്നോട് കൃപ ചെയ്തു. ജനതകളുടെ സമ്പത്ത് അവരുടെ രാജാക്കന്മാരുടെ അകമ്പടിയോടെ നിന്റെ അടുക്കൽ എത്തിക്കേണ്ടതിന് നിന്റെ കവാടങ്ങൾ രാപ്പകൽ തുറന്നു കിടക്കട്ടെ, ഒരിക്കലും അടയ്ക്കരുത്. നിന്നെ സേവിക്കാത്ത ജനതയും രാജ്യവും നശിക്കും. ആ ജനതകൾ നിർമാർജനം ചെയ്യപ്പെടും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. തോറൻസ് എന്ന സ്ഥലത്താണ് ജനനം. പാരീസിലും പാതുവായിലും വിദ്യാഭ്യാസം. 27-ാം വയസ്സിൽ 1593 പൗരോഹിത്യം സ്വീകരിച്ചു. ഒരു കാൽവിനിസ്റ്റ് ഇടവകയിൽ ആദ്യ സേവനം. വിശുദ്ധി പ്രസംഗിക്കുന്ന ഒരു അപ്പസ്തോലനായി മരണം വരെ അറിയപ്പെട്ടു. 1602 ജനോവയിലാണ് ആദ്യം മെത്രാഭിഷേകം ചെയ്യപ്പെട്ടത്. ശാന്തമായി ആ രൂപതയെ ക്രമപ്പെടുത്തി. കോപം കൊണ്ടെന്നതിനേക്കാൾ കൂടുതൽ ആത്മാക്കളെ ശാന്തത കൊണ്ട് നേടി. ഇദ്ദേഹത്തിന്റെ ശാന്തതയെ വിമർശിച്ചിരുന്നവരോട് പിതാവായ ദൈവം കാരുണ്യവാനും പുത്രനായ ദൈവം കുഞ്ഞാടും പരിശുദ്ധാത്മാവായ ദൈവം പ്രാവുമാണ്. ശാന്തതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഫ്രഞ്ച് സാഹിത്യകാരന്മാരിൽ സമുന്നതമായ സ്ഥാനവും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഭക്തമാർഗപ്രവേശിക, സ്നേഹത്തെപ്പറ്റിയുള്ള ഉപദേശങ്ങൾ തുടങ്ങിയവ സുമധുരങ്ങളാണവ. വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ചാന്താൾ എന്ന വിധവയുടെ സഹകരണത്തോടെ വിശുദ്ധൻ സ്ഥാപിച്ച വിസിറ്റേഷൻ സജീവമായി ഇന്നും നിലനിൽക്കുന്നു. രോഗീലേപനം സ്വീകരിച്ചതിന് ശേഷം ഫ്രാൻസിസ് പറഞ്ഞു, എൻ്റെ ഹൃദയമേ, എൻ്റെ ശരീരമേ, സജീവനായ ദൈവത്തിൽ ആനന്ദിക്കുക. അനവരതം കർത്താവിൻ്റെ മുൻപിൽ സ്തുതികൾ ഞാൻ പാടും തുടങ്ങിയ വചസ്സുകൾ ഉരുവിട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഫ്രാൻസിസ് സെയിൽസിന് 20 കൊല്ലം വേണ്ടിവന്നു തൻ്റെ മുൻകോപത്തെ നിയന്ത്രിക്കാൻ. എപ്പോഴും ശാന്തമായും കരുണാമയമായും വ്യാപരിച്ചിരുന്ന വിശുദ്ധന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല. സഹനം കൂടാതെ വിശുദ്ധിയില്ല. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.